പക്ഷേ 2021 കൂടി അവരുടെ സീറ്റുകളും നഷ്ടപ്പെട്ടു, വോട്ടിംഗ് ശതമാനവും എല്ലാം നഷ്ടപ്പെട്ട് അങ്ങനെ ദുർബലപ്പെട്ട രണ്ട് പാർട്ടികൾ തമ്മിലാണ് ഈ സഖ്യം ഉണ്ടാക്കണോ ഒരു മൂന്നാം ബദൽ എന്ന നിലയ്ക്ക് BJP-നെ ആക്രമിക്കുന്നതോടൊപ്പം തന്നെ മമതയും ആക്രമിക്കേണ്ട ഒരു സാഹചര്യം ഈ സഖ്യങ്ങളുടെ ഒരു ഗതികേട് ഇവരുടെ മുന്നിൽ വന്നു ചേരുന്നത്. ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ പ്രവർത്തകർക്ക് തോന്നുന്ന ഒരു ആവേശമാണ്. അങ്ങനെ ഒരു നമ്മുടെ പാർട്ടി തിരിച്ചു വരണ്ടേ, തമിഴ്നാട്ടിൽ തിരിച്ചു വരണ്ടേ, അതിൻ്റെ രാഹുൽ ഗാന്ധിനെ തലൈവാന്നൊക്കെ വിളിച്ച് വലിയ രീതിയിലുള്ള പാട്ടിറക്കുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാന രാഷ്ട്രീയം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. വലിയ രീതിയിൽ രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഒരുപക്ഷെ മത്സരം എന്ന് പറയുന്നത് ഇടതുപക്ഷ മുന്നണി ജനാധിപത്യ മുന്നണിക്കും ഈ പറയുന്ന പോലെ ഐക്യജനാധിപത്യ മുന്നണിക്കും ഇടയിലാണെന്ന് പറയേണ്ടി വരും. BJP നമ്മൾ നെഗ്ലിജറ്റ് ചെയ്യുന്നതല്ല, എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ മത്സരം രണ്ട് മുന്നണികൾ തമ്മിലാണെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരുക്കങ്ങൾ രണ്ട് സ്ഥലത്തും ഒരേപോലെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPM ആണ് നേതൃത്വം നൽകുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പാർട്ടി ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പാർട്ടി പല കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നു, തിരുത്തലുകൾ വരുത്തുന്നു. സർക്കാരിൽ തന്നെ നയത്തിൽ തന്നെ പലപ്പോഴും തിരുത്തലുകൾ വന്നേക്കാമെന്നുള്ള വാർത്തകളൊക്കെ വരുന്നു. ഒരു സ്ഥലത്ത് പാർട്ടി യോഗം കേന്ദ്ര കമ്മിറ്റി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നയം ഏത് തരത്തിലായിരിക്കണമെന്നൊക്കെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയം ഒരു വലിയ പങ്ക് മുന്നോട്ട് പോയിരിക്കുന്നു. ഇപ്പുറത്ത് കോൺഗ്രസ്സിലേക്ക് വരികയാണെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയിൽ ഇതേപോലെ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് ഇപ്പോൾ ലീഗൊക്കെ അടുത്തിടെ തന്നെ കുറച്ച് സ്ഥാനാർത്ഥികളെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യ സബ്മിറ്റ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു, സ്ക്രീനിങ് കമ്മിറ്റികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വളരെ വേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പിനുള്ള ഒരു ഫുൾ മൂഡ് സെറ്റാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നമ്മൾ പുതിയൊരു വിഷയം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയം കുറച്ചുകൂടെ രസകരമായൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ കേരളത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ പോരടിക്കുന്ന CPM-ഉം കോൺഗ്രസും ഇവർ ദേശീയ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിനൊപ്പം 5 സംസ്ഥാനങ്ങളിൽ കൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പശ്ചിമ ബംഗാളും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങളെല്ലാം ഇതിലുണ്ട്. ആ ഒരു ഘട്ടത്തിൽ പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും CPM-ഉം കോൺഗ്രസും തമ്മിൽ ഇവിടുത്തെ പോലെയല്ല കാര്യങ്ങൾ. പശ്ചിമ ബംഗാളിൽ കൃത്യമായി കോൺഗ്രസും CPM-ഉം തമ്മിലൊരു സഖ്യം നിലനിൽക്കുന്നു. അത് ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസിനും BJP-ക്കുമുള്ളൊരു ബദൽ എന്ന നിലയിൽ ആ സഖ്യത്തെ ഉയർത്തി കാണിക്കാൻ ഇവർ ആഗ്രഹിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട്. എത്രത്തോളം ജനപിന്തുണ അവിടെ ഉണ്ടെന്നുള്ളതല്ല, ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഇതിന് രസകരമാണ് സഖ്യം. തമിഴ്നാട് കോൺഗ്രസ് ഉണ്ട്, CPI ഉണ്ട്, CPM ഉണ്ട്, അതോടൊപ്പം തന്നെ ലീഗുമുണ്ട്. ഇവർ ഈ പാർട്ടികളെല്ലാം ചേർന്ന് DMK-ക്കൊപ്പം നിലനിൽക്കുകയാണ്. അപ്പോൾ DMK-ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു, DMK-യുടെ ഒപ്പം നിൽക്കുന്നു, കുറച്ച് സീറ്റുകളിലൊക്കെ ഇവർ മത്സരിക്കുന്നു. ഒരു വ്യക്തമായൊരു സഖ്യമാണ്. ഈ ഘട്ടത്തിൽ ഈ വസ്തുത, അതായത് കോൺഗ്രസും CPM തമ്മിലുള്ള ഈ സഖ്യമൊക്കെ ചർച്ച ചെയ്യുന്ന കുറച്ചൊരു ആളുകൾക്ക് താല്പര്യമുള്ളൊരു വിഷയമാണെന്ന് തോന്നുന്നു. അതിനൊപ്പം തന്നെ ഒരു വിഷയം കൂടെ ഒരു രസകരമായൊരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞിട്ട് ചർച്ച തുടങ്ങാൻ തോന്നുന്നു. അതായത് കോൺഗ്രസിലെ പല പ്രവർത്തകർ പലപ്പോഴും പറഞ്ഞു പോകുന്നത് പശ്ചിമ ബംഗാളിലെ പോലെ CPM-ൻ്റെ അവസ്ഥ പശ്ചിമ ബംഗാളിലെ പോലെ ആവും എന്നുള്ളതാണ്. സത്യത്തിൽ പശ്ചിമ ബംഗാളിലെ പോലെ CPM-ൻ്റെ അവസ്ഥ പറയാൻ മാത്രം കോൺഗ്രസിന് എത്രത്തോളം? തമിഴ്നാട് രാഷ്ട്രീയം വേറെ ചർച്ച ചെയ്യാൻ തോന്നുന്നു. അതെ, പശ്ചിമ ബംഗാൾ തന്നെയാണ് നമുക്ക് ഇപ്പം ചർച്ച ചെയ്യാവുന്ന. കേരളത്തിൽ ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പിനൊപ്പം 5 സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഒന്ന് അയൽ സംസ്ഥാനമായ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അതുപോലെ തന്നെ പുതുച്ചേരി, അസം. ഈ സംസ്ഥാനങ്ങളിലാണ് കേരളത്തോടൊപ്പം ഈ വരുന്ന മെയ് മാസത്തോടു കൂടി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നേരത്തെ ബിനോയ് പറഞ്ഞതുപോലെ കേരളത്തിൽ പരസ്പരം പോരടിക്കുന്ന CPM-ഉം കോൺഗ്രസും പശ്ചിമ ബംഗാളിൽ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സീരിയസ് ആയി. തമിഴ്നാട്ടിൽ അത്തരം ആലോചനകളുടെ പ്രശ്നമൊന്നുമില്ല. DMK-യാണ് അവിടെ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് ആ മുന്നണിയിൽ കോൺഗ്രസ് ഉണ്ടാകും, CPM ഉണ്ടാകും, മുസ്ലിം ലീഗ് ഉണ്ടാകും, CPI ഉണ്ടാകും, മറ്റു കക്ഷികളൊക്കെ ഉണ്ടാകും. പക്ഷേ പശ്ചിമ ബംഗാളിൽ എന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ രണ്ട് കക്ഷികളും നിലനിൽപ്പിന് എങ്ങനെ അതിജീവിക്കുമെന്നുള്ളൊരു വലിയ കൊണ്ടുപിടിച്ച ആലോചനയാണ്. അതിന് പല മാർഗ്ഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതുവരെ. ഒരു പരസ്പരം ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് നോക്കി, സഖ്യമുണ്ടാക്കി നോക്കി. കഴിഞ്ഞ തവണ സഖ്യത്തിലായിരുന്നു. കോൺഗ്രസും CPM-ഉം തമ്മിൽ, ഇടതുപക്ഷ പാർട്ടികളും തമ്മിലുള്ള സഖ്യം. ഒപ്പം ISF എന്ന് പറയുന്ന ഒരു മുസ്ലിം സംഘടനയുമായി കൂടെ സഖ്യമുണ്ടാക്കിയിരുന്നു. പക്ഷേ ഇവർക്ക് കാര്യമായ ഒരു സ്വാധീനവും അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവരുടെ വോട്ട് പെർസെൻറ്റേജ് കുത്തനെ താഴ്ന്നു പോയി. ഇനി നമ്മൾ ഈ ബംഗാൾ ആവർത്തിക്കുമെന്നാണ് ഇപ്പം CPM-നെ കുറിച്ച് എപ്പോഴും കോൺഗ്രസ്സുകാർ പറയുന്ന ഒരു കാര്യം. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ബംഗാൾ ആവർത്തിക്കും. അതായത് CPM തകർന്നു പോകും, ഇടതുപക്ഷം കേരളത്തിൽ തകർന്നു പോകും, അങ്ങനെ ബംഗാൾ ആവർത്തിക്കും. പക്ഷെ നമ്മൾ അതിൻ്റെ ബംഗാളിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ബംഗാളിലെ കോൺഗ്രസിൻ്റെ സ്ഥിതിയും ഇത് തന്നെയാണ് എന്നുള്ളതാണ് പ്രശ്നം. 1952 മുതൽ ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ 62 വരെ കോൺഗ്രസിൻ്റെ സമഗ്രാധിപത്യമായിരുന്നു പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നത്.
അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു അന്ന് പ്രതിപക്ഷ സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് 62-ന് ശേഷം ഉള്ള തിരഞ്ഞെടുപ്പിൽ 67-ലെത്തുമ്പോൾ ഇന്ന് തൃണമൂൽ ഉണ്ടായതുപോലെ സമാനമായൊരു ഭിന്നിപ്പ് കോൺഗ്രസിനകത്തുണ്ടായിരുന്നു. ആ കോൺഗ്രസ് പിളർന്നുകൊണ്ട് ബംഗ്ലാ കോൺഗ്രസ് രൂപീകരിക്കുന്നു. അങ്ങനെ ബംഗ്ലാ കോൺഗ്രസ് രൂപീകരിച്ച അജോയ് മുഖർജി എന്ന് പറയുന്ന ആ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. അവിടുത്തെ കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് നേതൃത്വമായി പിണങ്ങിയിട്ടാണ് ഈ തൃണമൂൽ ഉണ്ടാകുന്നത് പോലെ തന്നെ ഒരു പാർട്ടി രൂപീകരിക്കുകയാണ്. ആ പാർട്ടിക്ക് പിന്തുണ കൊടുത്തുകൊണ്ടാണ്, ആ പാർട്ടിയുമായി ചേർന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ബംഗാളിലെ കോൺഗ്രസ് ആധിപത്യം 67-ൽ അവസാനിക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് ഈ ഇടതുപക്ഷവും ഈ ബംഗ്ലാ കോൺഗ്രസ് ചേർന്നുള്ള സഖ്യങ്ങളായിരുന്നു. പക്ഷേ 72-ൽ കോൺഗ്രസ് ബംഗാൾ വീണ്ടും തിരിച്ചു പിടിക്കുകയാണ്. സിദ്ധാർത്ഥ ശങ്കർ റായിയുടെ നേതൃത്വത്തിൽ ബംഗാൾ വീണ്ടും തിരിച്ചു പിടിക്കുന്നു. അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തിരഞ്ഞെടുപ്പ് വരെ അങ്ങനെ മുന്നോട്ട് പോകുന്നു. 77-ൽ വീണ്ടും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതോടുകൂടി കോൺഗ്രസിൻ്റെ അവസാനത്തെ ഗവൺമെൻറ് ആയിരുന്നു സിദ്ധാർത്ഥ ശങ്കർ റായിയുടെ 72-ലെ ഗവൺമെൻറ്. 77-ൽ കോൺഗ്രസിൻ്റെ ഭരണം ബംഗാളിൽ അവസാനിച്ചു. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ബംഗാൾ ആവർത്തിക്കുമെന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിനും കൂടെ ബാധകമായൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കിയാൽ അതിനുശേഷം പിന്നീട് ഉള്ള ഘട്ടങ്ങളിൽ ഇടതുപക്ഷമായിരുന്നു ബംഗാളിൽ ഭരിച്ചുകൊണ്ട്. ലെഫ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന CPM മാത്രമല്ല, CPI, അതുപോലെ തന്നെ മറ്റ് ഫോർവേഡ് ബ്ലോക്കൊക്കെ അവിടെ വലിയ പാർട്ടിയാണ്. RSP വലിയ പാർട്ടിയാണ്. ഇത്തരം പാർട്ടികളൊക്കെ ചേർന്നൊരു മുന്നണി ലെഫ്റ്റ് ഫ്രണ്ടാണ് ബംഗാളിൽ ദീർഘകാലമായി ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ഏകദേശം 33 വർഷത്തോളം തുടർച്ചയായി ഭരണം നടത്തിക്കൊണ്ടിരുന്ന പാർട്ടിയാണ് ലെഫ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ശക്തമായി ഉണ്ടായിരുന്ന പ്രതിപക്ഷം കോൺഗ്രസ് ആയിരുന്നു. തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാകുന്നത് വരെ, രൂപീകരിക്കപ്പെടുന്നത് വരെ കോൺഗ്രസ് ആയിരുന്നു അവിടുത്തെ മുഖ്യമായ പ്രതിപക്ഷ പാർട്ടി. ഒരു പക്ഷേ ഇടതുപക്ഷ പാർട്ടികളെ വെല്ലുവിളിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു പ്രതിപക്ഷമായിരുന്നു. പക്ഷേ ഈ പാർട്ടി പിളർന്നോടുകൂടി നേരത്തെ ബംഗ്ലാ കോൺഗ്രസ് എങ്ങനെ ഉണ്ടായോ അതുപോലെ മമതാ ബാനർജി കോൺഗ്രസുമായി ഏറ്റുമുട്ടി ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചതിലൂടെ കോൺഗ്രസ് അവിടെ ദുർബലപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ് വസ്തുത. ഇങ്ങനെയാണ് ബംഗാളിൽ ഈ പറയുന്ന രാഷ്ട്രീയം മാറാൻ തുടങ്ങുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ബംഗാളിൽ സംഭവിച്ചത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള പോരായി 2021-ലെ തെരഞ്ഞെടുപ്പോടുകൂടി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ സംബന്ധിച്ചിടത്തോളം ഒരു 3 സീറ്റിൽ നിന്ന് 77 സീറ്റിലേക്കൊക്കെ കടന്നു വരുന്ന, അതെ, 2016-ൽ 3 സീറ്റ് മാത്രമാണ് BJPക്ക് ഉള്ളത്. നമുക്ക് സമാനമായി വേറൊരു സംഗതി കാണാൻ കഴിയും. 1980-ൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് മാത്രമാണ് BJPക്ക് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ വലിയ കുതിച്ചുചാട്ടം നടത്തി ഇന്നിപ്പം തുടർച്ചയായ ഭരണത്തിലേക്കൊക്കെ BJP എത്തുന്നത്. ബംഗാളിലും ഏകദേശം സമാനമായ രീതിയിൽ 2016-ൽ 3 സീറ്റ് നേടിയ BJP ഇപ്പം വരുമ്പോൾ 72 സീറ്റോ മറ്റാണ് ഇപ്പം നിലവിലുള്ളത്. ഏറ്റവും വലിയൊരു പ്രതിപക്ഷ പാർട്ടിയായി മാറിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അവർ പ്രതിപക്ഷ പാർട്ടിയായി മാറിയപ്പോൾ സംഭവിച്ചത് 2016 വരെ കോൺഗ്രസും അതുപോലെ തന്നെ തൃണമൂൽ അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടികളും തുല്യമായ ബലാബലത്തിലായിരുന്നു. പ്രതിപക്ഷമായിരുന്നെങ്കിലും അവർക്ക് കുറേ സീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2021 കൂടി അവരുടെ സീറ്റുകളും നഷ്ടപ്പെട്ടു, വോട്ടിംഗ് ശതമാനവും എല്ലാം നഷ്ടപ്പെട്ട് അങ്ങനെ ദുർബലപ്പെട്ട 2 പാർട്ടികൾ തമ്മിലാണ് ഈ സഖ്യം ഉണ്ടാക്കണോ അതോ പ്രത്യേകം മത്സരിക്കണോ. ഇവിടെ ഒരു ആശയക്കുഴപ്പമുണ്ടല്ലോ. അതായത് കോൺഗ്രസുമായിട്ട് സഖ്യം വേണോ എന്ന് CPMുമായിട്ട് സഖ്യം വേണോ എന്ന് കോൺഗ്രസും ചിന്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കണക്കൂടൽ അവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പം കോൺഗ്രസ് പറയുന്നത് 1996-ൽ കോൺഗ്രസ് 288 സീറ്റുകളിലാണ് മത്സരിച്ചത്. അന്ന് 82 സീറ്റുകൾ കോൺഗ്രസ് നേടാനായിരുന്നു. അത് 2021-ലേക്ക് വരുമ്പോൾ CPMുമായിട്ടുള്ള ബാന്ധവം ഉള്ള സമയത്ത് അത് 0-ലേക്ക് എത്തി എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന വിഷയം. എനിക്ക് തോന്നുന്നു സംസ്ഥാന അധ്യക്ഷന് വരെ ആ വിഷയത്തിൽ ശക്തമായ എതിർപ്പുണ്ട് CPMുമായിട്ട് ചേർന്ന് മത്സരിക്കുന്നതുമായിട്ട് ആ ഒരു സാഹചര്യത്തിൽ. അതേസമയം CPMൻ്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ് അവരുന്നയിക്കുന്ന, എനിക്ക് തോന്നുന്നു ഈ സംസ്ഥാന ഘടകങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് കേന്ദ്ര തലത്തിൽ ഒരു ദേശീയ തലത്തിൽ ഒരു സഖ്യത്തിൽ ഇവർ മുതിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. CPM പറയുന്നത് 2016-ൽ മത്സരിക്കുന്ന സമയത്ത് CPMൻ്റെ 20% വോട്ട് ബംഗാളിൽ സമാഹരിക്കാനായിരുന്നു. എന്നാൽ അത് 2021-ലേക്ക് എത്തുമ്പോൾ 4.71%-ലേക്കൊക്കെ കുത്തനെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. CPM പറയുന്ന ഈ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം കൊണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ടുള്ള സഖ്യത്തിലൂടെ ഇവരുടെ വോട്ടിൽ വലിയ വിഭാഗം BJPക്ക് പോയി. കാരണം CPM എന്ന് പറയുന്ന പാർട്ടിയിൽ ഉണ്ടായിരുന്ന വിശ്വാസം, അവരുടെ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത് CPMൻ്റെ നിലനിൽപ്പ് തന്നെ അതിൻ്റെ ഒരു പരിപാടിയും അതിൻ്റെ ഒരു ആശയ ഇതൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസുമായിട്ട് CPM ഒരു ബാന്ധവത്തിൽ ഏർപ്പെടുന്നത് അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളെങ്കിലും വലിയ രീതിയിൽ വേദനിപ്പിച്ചു എന്നും വലിയൊരു വിഭാഗം ആളുകൾ
BJPയിലേക്ക് പോയി എന്നുമാണ് വിമർശനം ഉയരുന്നത്. ഈ രണ്ട് വിഭാഗവും ശക്തമായിട്ട് ബംഗാളിലെ രണ്ട് പാർട്ടികളുടെയും സംസ്ഥാന ഘടകങ്ങൾ വലിയ രീതിയിൽ ഈ വിഷയത്തിൽ എതിർപ്പ് ഉന്നയിക്കുന്നുണ്ട്. അവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബംഗാളിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന ഒരു വിശാലമായൊരു BJPക്കെതിരായ അലയൻസ് രൂപപ്പെട്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ രൂപപ്പെട്ട അലയൻസിൽ ഈ അലയൻസിൽ കോൺഗ്രസ്സാണ് അതിന് നേതൃത്വം നൽകുന്നത്. തൃണമൂൽ കോൺഗ്രസ് ഭാഗികമായി അതിനോടൊപ്പമുണ്ട്. അവർ പിണങ്ങിയും ഇണങ്ങിയും ഒക്കെ ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടിയാണ്. CPMഉം ഇടതുപക്ഷ പാർട്ടികളും അതിൻ്റെ ഭാഗമായി മറ്റ് സ്റ്റേറ്റുകളിൽ, കേരളം ഒഴികെയുള്ള മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കോൺഗ്രസും അതുപോലെ തന്നെ CPMഉം എങ്ങനെയാണ് അവർ വലിയ മഹാശക്തികളായിരുന്നു ബംഗാളിലെ രണ്ട് പാർട്ടികളും. അപ്പോൾ അവർ പക്ഷേ ഇന്നിപ്പം നാമമാത്രമായ ശക്തികളായി പാർട്ടികളായി മാറിയിരിക്കുന്നു. അതെ, രണ്ട് പാർട്ടികളും ഏകദേശം നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ കരകയറാമെന്ന് ആലോചിക്കുമ്പോൾ പലതരത്തിലുള്ള ആലോചനകൾ നടക്കും. ഒറ്റയ്ക്ക് നിൽക്കണോ, ഇവരുമായി ചേർന്ന് നിൽക്കണോ എന്നുള്ള ആലോചന എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായി നടക്കാറുണ്ട്. ഇപ്പം കഴിഞ്ഞ നാളുകളിലുണ്ടായൊരു സംഗതി എന്ന് പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസുമായി ഏതെങ്കിലും തരത്തിൽ ഒരു സഖ്യത്തിന് സാധ്യതയുണ്ടോ, ശത്രുക്കളാണെങ്കിലും അങ്ങനെ ഒരു സഖ്യത്തിന് സാധ്യതയുണ്ടോ എന്ന് കോൺഗ്രസ് അന്വേഷിച്ച് നോക്കി. പക്ഷേ മമതാ ബാനർജിക്ക് കോൺഗ്രസ്സിന് അവിടെ ആവശ്യമില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അവർക്ക് സീറ്റ് കൊടുക്കേണ്ടി വരും. അല്ല, കോൺഗ്രസിൻ്റെ സംസ്ഥാന ഘടകം CPMുമായിട്ടുള്ള സഖ്യ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ ഉന്നയിക്കുന്ന ഒരു പരാതിയുണ്ട്. ഈ സഖ്യത്തിലൂടെ മത്സരിക്കുന്ന ഒരു സമയമായതുകൊണ്ട്, സഖ്യത്തിലൂടെ മത്സരിക്കുന്നത് കൊണ്ട് 3-2 മണ്ഡലങ്ങളിലും പാർട്ടി കൊടിക്കോ ചിഹ്നത്തിനോ ഒരു സ്വാധീനവും വോട്ട് ഉയർത്താനാവുന്നില്ല. അല്ല, അതിൽ എന്താ ശക്തമായി പോകുന്നു എന്നാണ് അവർ ഉന്നയിക്കുന്നത്. അതെ, അത് ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ അത് വസ്തുതയാണ്. അപ്പോൾ പക്ഷേ ഈ സഖ്യമല്ല അവിടുത്തെ പ്രശ്നം. സഖ്യത്തിലെത്താൻ ഇവർ നിർബന്ധിതരാവുകയാണ്. ഈ രണ്ട് പാർട്ടികളും ഇടതുപക്ഷവും കോൺഗ്രസും സഖ്യത്തിലെത്താൻ നിർബന്ധിതരാവുകയാണ്. അത് ഈ ഇടതുപക്ഷത്തിൻ്റെ കൊടി തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ പാർട്ടി ഓഫീസുകൾ തന്നെ ഇല്ലാതായിട്ടുണ്ട്. പാർട്ടി ഓഫീസുകൾ തന്നെ പാർട്ടി പ്രവർത്തകരായിരുന്ന ആളുകൾ തന്നെയാണ് പാർട്ടി ഓഫീസുകളും പൊളിച്ചു കളഞ്ഞതും കൊടികൾ എടുത്ത് മാറ്റിയതും. അപ്പോൾ ആ കൊടികൾ എടുത്ത് പ്രകടനം നടത്താനുമൊക്കെ വളരെ കുറഞ്ഞ ഇടയ്ക്കിടെ നടത്തുന്ന ശക്തി പ്രകടനങ്ങളാണ്. ഇപ്പോൾ ബ്രിഗേഡ് ഗ്രൗണ്ടിലൊക്കെ നടത്തുന്ന ഇടയ്ക്കിടെ നടത്തുന്ന ശക്തി പ്രകടനങ്ങൾ, അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒന്നിച്ചു കൂടുന്ന ശക്തി പ്രകടനങ്ങളൊഴികെ ഗ്രാസ് റൂട്ട് ലെവലിൽ പാർട്ടി ഇല്ല എന്നുള്ള പ്രശ്നം. കോൺഗ്രസിൻ്റെ അവസ്ഥയും ഏകദേശം സെയിം അവസ്ഥ തന്നെയാണ് ഈ പാർട്ടിയും കടന്നു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ദുർബലമായ രണ്ട് പാർട്ടികൾ തമ്മിൽ വേണോ വേണ്ടയോ എന്നൊക്കെയുള്ള ചർച്ച നടക്കുമ്പോൾ ഇപ്പോൾ തൃണമൂലിന് ആവശ്യമില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഈ CPMനെ സംബന്ധിച്ച് തൃണമൂലുമായി ഒരു സഖ്യത്തിന് ഒരു സാധ്യതയും അവിടെ ഇല്ല. അത് സാധ്യതയില്ല. തൽക്കാലത്തേക്കെങ്കിലും അങ്ങനെ ഒരു സാധ്യത ആലോചിക്കാനേ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ ഇവർ സഖ്യത്തിലെത്തിയത് കൊണ്ടല്ല യഥാർത്ഥത്തിൽ ഇവരുടെ വോട്ട് ചോർന്നു പോയത്. കോൺഗ്രസിൻ്റെ വോട്ടാണെങ്കിലും CPMൻ്റെ അല്ലെങ്കിൽ ഇടത് പാർട്ടികളുടെ വോട്ടാണെങ്കിലും ചോർന്നു പോയത് സഖ്യത്തിലെത്തിയത് കൊണ്ടല്ല. അപ്പോൾ നേരത്തെ ഈ സിംഗൂരും അടക്കമുള്ള സമരങ്ങൾ, രണ്ട് വലിയ കർഷക സമരങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ അടിത്തറ അവിടെ, അല്ല CPMൻ്റെ അടിത്തറ അവിടെ തകർന്നത്. ലെഫ്റ്റ് പാർട്ടികളുടെ അടിത്തറ അവിടെ നിന്ന് അപ്പോൾ തൊട്ട് ആ ഒരു തിരിച്ചടി ഉണ്ടല്ലേ, വലിയ തിരിച്ചടി അന്ന് തൊട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സമരങ്ങളാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു പാർട്ടി അതിൻ്റെ ആശയപരമായ ഒരു അടിത്തറ എന്ന് പറഞ്ഞാൽ ഈ കർഷകരുടെയും. നമുക്ക് ഇങ്ങനെ ടൈം ലൈൻ വെക്കേണ്ടി വരും. 2008 മുതൽ, അതായത് നന്ദിഗ്രാം സിംഗൂരൊക്കെയുള്ള ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് 2008 മുതൽ പാർട്ടിയുടെ പതനം ആരംഭിച്ചിരുന്നു. പിന്നീട് തുടർച്ച വന്നുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും പാർട്ടിക്ക് ശക്തമായ തിരിച്ചടി നേരിടുന്നു. ഓരോ ഘട്ടങ്ങളിലും തിരിച്ചടി നേരിട്ടു. ആ തിരിച്ചടിയുടെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ തൃണമൂൽ കോൺഗ്രസ് 2011 അധികാരത്തിൽ വരുന്നത്. അപ്പോൾ അതുവരെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന കോൺഗ്രസും അന്നേരം പിളർന്നു. കോൺഗ്രസ് പിളർന്നിട്ട് തൃണമൂൽ കോൺഗ്രസ് ശക്തിയായി മാറുന്നു. അങ്ങനെ തൃണമൂലിലേക്ക് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അങ്ങനെ ഒഴുകിയെത്തുന്നു. പക്ഷേ പിന്നീട് സംഭവിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി സംഭവിച്ച കാര്യം, BJP അവിടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായി മാറി. ഈ പ്രതിപക്ഷ പാർട്ടിയായി ബംഗാളിൽ മാറുന്നതിന് വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ മമതാ ബാനർജി NDAയുടെ ഭാഗമായിരുന്നു. ഒരു തരത്തിൽ ബംഗാളിലേക്ക് BJPയെ കൊണ്ടുവന്നതിൽ മമതാ ബാനർജിക്ക് പങ്കുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. അതായത് ഇവരിന്ന് പരസ്പരം ശത്രുതാപരമായ ഏറ്റുമുട്ടലാണ്. നിരന്തരമായി കോൺഗ്രസിന് BJPയെ വെല്ലുവിളിച്ചുകൊണ്ട് മോഡി വിഷയത്തിലൊക്കെ വലിയ വെല്ലുവിളിയാണ്, വലിയ സമരം, പ്രത്യക്ഷമായ സമരമാണ്. അങ്ങനെ സമരം നടത്തുന്ന BJPയാണ് അവരുടെ പ്രധാനപ്പെട്ട എതിരാളി അവിടെ.
ഡൽഹിയിൽ ചെന്നാലും അവിടുത്തെ എം പിമാരൊക്കെ തന്നെ ബി ജെ പിക്കെതിരെ വളരെ ശക്തമായി നിൽക്കുന്നു. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ടോ? കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ അധിർ രഞ്ജൻ ചൗധരി കഴിഞ്ഞ ദിവസം മുൻ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന അധിർ രഞ്ജൻ ചൗധരി പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്ന് അദ്ദേഹം അതിനുശേഷം നടത്തിയൊരു പ്രതികരണത്തിൽ ബംഗാളിനെ പ്രത്യേകമായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എന്നുള്ളതായിരുന്നു. തീർച്ചയായിട്ടും ബി ജെ പി അങ്ങനെ ബംഗാളിനെ ടാർഗറ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്. ബി ജെ പിയുടെ നെക്സ്റ്റ് ടാർഗറ്റ് ബംഗാൾ തന്നെയാണ്. അപ്പോൾ അത് ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇനി ബി ജെ പിയെ എതിരിടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ തൃണമൂൽ കോൺഗ്രസ് ആലോചിക്കുന്നത്. പക്ഷേ അന്ന് ഇങ്ങോട്ട് ബീഹാർ, ഞാൻ പറഞ്ഞു വന്നത് ബി ജെ പിയെ ബംഗാളിലേക്ക് എത്തിക്കുന്നതിൽ തൃണമൂൽ അന്ന് എൻ ഡി എയിൽ ചേരുന്ന ഒരു ഘട്ടത്തിൽ ആ ഒരു ഘട്ടം വളരെ നിർണായകമാണ്. ആ ബംഗാളിലേക്ക് കടന്നു വരാൻ ബി ജെ പിക്ക് ഒരു വഴിയൊരുക്കി കൊടുക്കുന്നതിൽ മമതാ ബാനർജിക്ക് ഒരു പങ്കുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ ബംഗാളിൽ നടക്കുന്നത് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റുമുട്ടലാണ്. ഒന്ന് ഒരു വശത്ത് ബംഗാളിലേക്ക് അധികാരം പിടിക്കാൻ വേണ്ടിയുള്ള നിലയിലേക്ക് ബി ജെ പി മാറുകയാണ്. ഒരു കേന്ദ്രത്തിൻ്റെ ഇടപെടൽ, ഇപ്പോൾ SIR പോലുള്ള സംഗതികളിൽ വലിയ ഓപ്പറേഷൻസ് നടന്നിട്ടുണ്ട്, വലിയ തിരിമറികൾ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബംഗാളിൽ അധികാരം പിടിക്കാവുന്ന തരത്തിൽ അവിടെ വലിയൊരു ജനവിഭാഗങ്ങളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മമതാ ബാനർജി തന്നെ ഇടയ്ക്ക് പുറത്താക്കാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ള നിലയ്ക്കുള്ള ആരോപണങ്ങൾ നടക്കുന്നുണ്ട്. ഏതാണ്ട് 50 ലക്ഷത്തിലധികം വോട്ടർമാരിപ്പം പുറത്താണ്. അതിൽ ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാരാണ്, മമതാ ബാനർജിയാണ് അവരെ സംരക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് അവർ മുന്നോട്ട് പോകുന്നത്. ബി ജെ പി അധികാരം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തന്ത്രങ്ങളും ബീഹാറിലും ഒക്കെ പ്രയോഗിച്ച പോലെ എല്ലാ തന്ത്രങ്ങളും പ്രയോഗിക്കും. അങ്ങനെ ആ നിലയിൽ തൃണമൂൽ കോൺഗ്രസ് ഇവരും തമ്മിലുള്ള ശക്തമായ ഏറ്റുമുട്ടലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനിടയിലാണ് ഈ പറയുന്ന രണ്ട് ചെറിയ പാർട്ടികൾ, സർവശക്തരായിരുന്ന രണ്ട് പാർട്ടികൾ, ഒരു കാലത്ത് ബംഗാളിൽ അടക്കി വാണിരുന്ന, രണ്ട് ഘട്ടങ്ങളിലായി അടക്കി വാണിരുന്ന പാർട്ടികൾ, പിന്നീടും 77 ശേഷം കോൺഗ്രസ് തന്നെയായിരുന്നു പ്രതിപക്ഷത്തുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരെല്ലാം ശോഷിച്ച് വളരെ ദുർബലാവസ്ഥയിൽ കഴിയുന്ന ഈ രണ്ട് പാർട്ടികൾ സഖ്യമുണ്ടാക്കണോ വേണ്ടയോ, എന്ത് ചെയ്യും എന്നുള്ള ഒരു കണക്കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഈ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ടുകൾ പ്രധാനമായിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ചർച്ച ഒരു വശത്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. അതായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടത് സഖ്യത്തിന് 7.5% വോട്ടാണ് കിട്ടിയത്. അത് ഇത്തവണ, അതായത് ഈ കഴിഞ്ഞ മുമ്പുള്ള, ഞാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞത് ഇതിനു മുമ്പുള്ളതാണ്, 2024 ഇത് വരുമ്പോൾ അത് 6.14 ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ചുരുങ്ങുന്നുണ്ട്. അത് നേരെ മറ്റ് കോൺഗ്രസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് 5.7% നിന്ന്, കോൺഗ്രസിന് അത്രയേ ഉള്ളൂ എന്നാണ് ഈ പറയുന്നത്. 5.7% മുൻപുണ്ടായിരുന്നത്. അതിൽ നിന്ന് മുൻപെന്ന് പറയുന്നത് 2024 മുമ്പുള്ള 2024 എത്തുമ്പോൾ അത് 4.68% വീണ്ടും ചുരുങ്ങുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 12% വോട്ട് ഷെയർ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഉണ്ടാവുക. ബംഗാളിലുള്ള രാഷ്ട്രീയത്തിലുള്ള ഏക ചോദ്യം ബി ജെ പി കഴിഞ്ഞ തവണ പ്രതിപക്ഷമായി മാറിയെന്ന് മാത്രമല്ല, അവിടെ നിന്ന് ഏകദേശം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 12 MP മറ്റെയാണ് ബി ജെ പി MP പോകുന്നത്. പക്ഷേ അതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP നേടിയ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ സീറ്റുകളെ കുറച്ചു കൊണ്ടുവരാൻ മമതാ ബാനർജിക്ക് 21 കഴിയുകയും ചെയ്തിട്ടുണ്ട്. 15 ആ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് വീണ്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശക്തമായി മാറി എന്നുള്ളതാണ് അവിടുത്തെ സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന SIR കഴിഞ്ഞാലും, ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയൊക്കെ ഉന്നയിക്കുന്ന വോട്ട് ചോരി പോലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചാലും ബംഗാൾ പിടിക്കുക എന്നുള്ളത് BJPക്ക് ഇപ്പോഴും പ്രശ്നം തന്നെയാണ്. ആരെ കൂട്ടിയാലും ബംഗാൾ പിടിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ അവിടെ നിലനിൽക്കുന്ന ഏക ചോദ്യം ബംഗാൾ പിടിക്കാൻ BJPക്ക് കഴിയുമോ എന്നുള്ളത് തന്നെയാണ്. ബംഗാൾ BJP പ്രാവശ്യം ലക്ഷ്യപ്പെടുന്ന 100 സീറ്റുകളോളം ഒക്കെ ആണെന്നാണ് അമിത്ഷാ അതിനുള്ള ബ്ലൂ പ്രിൻ്റ് ഒക്കെ തയ്യാറാക്കി. അവർ അധികാരം പിടിക്കാൻ ഉള്ള ദൃഢനിശ്ചയത്തിലാണ് അവർ മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിനുള്ള സാധ്യതകളില്ല. അപ്പോൾ അതിനിടയിലാണ് ഈ ചെറിയ പാർട്ടികളുടെ പരസ്പരം കേരളത്തിൽ ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുന്ന പാർട്ടികൾ അവിടെ ഒരു ശത്രുക്കളാണ് ഇവിടെ. അവിടെ പ്രഖ്യാപിത ശത്രുക്കളാണ്. സ്വാഭാവികം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പം ഇതിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ സംഭവിക്കാനുള്ള ഒരു സാധ്യത ഇപ്പോഴും ആണോ എന്ന് പറയാം. ഇത് പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ മമതാ ബാനർജി ഈ സഖ്യങ്ങളെക്കുറിച്ചൊക്കെ പലപ്പോഴും പ്രതികരിക്കുമ്പോൾ പുള്ളിക്കാരി പറയുന്നത് BJPക്ക് വോട്ട് സമാഹരിച്ച് കൊടുക്കുന്ന
അല്ലെങ്കിൽ BJP-യിലേക്കുള്ള ഒരു ഒഴുക്ക് നിയന്ത്രിക്കുന്ന ഒരു 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 സംവിധാനങ്ങളായിട്ട് ഇത് മാറി എന്നുള്ളത് പലപ്പോഴും പുള്ളിക്കാരിയുടെ പ്രതികരണങ്ങളുണ്ട്. അതായത് ഈ CPM കോൺഗ്രസ് സഖ്യം പലപ്പോഴും നേരിട്ട് മമതാ ബാനർജിനെയും തൃണമൂൽ കോൺഗ്രസിനെയും ആക്രമിക്കേണ്ട സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പലപ്പോഴും അവർക്കൊരു സ്വാധീനമുള്ള വളരെ കുറഞ്ഞ മേഖലകളിലെങ്കിലും ഭരണകക്ഷിയായിട്ടുള്ള തൃണമൂലിനും മമതാ ബാനർജിക്കും ഒക്കെ എതിരെ ശബ്ദമുയർത്തേണ്ടതും ആളുകളെ ആ രീതിയിലേക്ക് കൊണ്ടുവരേണ്ടതും അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിക്കേണ്ട ഒരു ബാധ്യത ഒരു മൂന്നാം ബദലെന്ന നിലയ്ക്ക് BJP-നെ ആക്രമിക്കുന്നതോടൊപ്പം തന്നെ മമതയും ആക്രമിക്കേണ്ട ഒരു സാഹചര്യം ഈ സഖ്യങ്ങളുടെ ഒരു ഗതികേട് ഇവരുടെ മുന്നിൽ വന്നു ചേരുന്നുണ്ട്. അപ്പം ഈ ഇവരുടെ കൂടെയുള്ള ആളുകളാണെങ്കിൽ ലോപിച്ച് വരുമ്പോൾ ഇവരുടെ കൂടെയുള്ള ആളുകൾ എങ്ങോട്ടാണ് പോകുന്നത്? തൃണമൂലിലേക്കാണോ BJP-യിലേക്കാണോ എന്നുള്ളൊരു ചോദ്യം കൂടെ അവിടെ നിലനിൽക്കുന്നുമുണ്ട്. ആ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം എനിക്ക് തോന്നുന്നത് BJP-യുടെ വളർച്ച തന്നെയാണ് അതിനുള്ളൊരു ഉത്തരമെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്നായിക്കൊള്ളട്ടെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധിരഞ്ജൻ ചൗധരി ഇവിടുത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അദ്ദേഹം ഈ 2024 തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയാണ്, 85,000 വോട്ടുകളുടെയൊക്കെ തോൽവിയാണെന്നാണ് എൻ്റെ ഓർമ്മ. അത്രയും വലിയൊരു തോൽവി ഏറ്റുവാങ്ങിയ ശേഷം ഈ മനുഷ്യൻ നേരെ പോകുന്നത്, ഇയാൾ രാജിവെച്ച് കഴിഞ്ഞ ഡിസംബറിലാണ് പുള്ളി നേരെ ഡൽഹിക്ക് പോകുന്നു, പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. സാധാരണക്കാരനായ ഒരു കോൺഗ്രസ് നേതാവിന് പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഒരു കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന് ഓടിച്ചെന്ന് കാണാൻ പറ്റുന്ന ഒരാളല്ല പ്രധാനമന്ത്രി. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് മത്തുവ ഗോത്രവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ, ആ ഒരു വിഭാഗവുമായിട്ട്, ജാതി വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു. ബംഗ്ലാദേശി ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ, അവരെ വിവേചനപരമായിട്ടുള്ള സമീപനത്തിൽ ഇരയാക്കപ്പെടുന്നു. ആ വിഷയം പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യാനൊക്കെയാണ് ഞാൻ പോയതെന്നാണ്. അത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന നിഷ്കളങ്കമായിട്ടുള്ള വാചകങ്ങളൊന്നും അല്ല അത്. അല്ല, അങ്ങനെ ഒരു രണ്ട് തരത്തിലാണല്ലോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല CPM-ൽ നിന്നും ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, BJP-യിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു വന്നൊരു കാര്യം, ഈ വോട്ടിംഗ് ശതമാനം ഇവരുടെ കുറയ്ക്കുന്നത് ഇവരുടെ സഖ്യം ഉള്ളതുകൊണ്ട്, കോൺഗ്രസ് ഇടതുപക്ഷ സഖ്യമുള്ളത് കൊണ്ടോ ഇല്ലാത്തത് കൊണ്ടോ അല്ല, മറിച്ച് ആ വോട്ടുകൾ പൂർണ്ണമായി തന്നെ BJP-യിലേക്കും പോകുന്നുണ്ട്. ഒരു വശത്ത് വോട്ടുകൾ വലിയ തോതിൽ BJP-യിലേക്ക് ഒഴുകി പോകുന്നുണ്ട്, മറുവശത്ത് നേതാക്കന്മാരെയും അവർ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിപ്പം BJP-യുടെ നേതാക്കന്മാരൊക്കെ ഒന്നുകിൽ കോൺഗ്രസ്സുകാരായിരുന്ന ആളുകൾ, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ്സിലുണ്ടായിരുന്ന ആളുകൾ, ഇവരൊക്കെ തന്നെയാണ് ഇന്ന് BJP-യുടെ സംസ്ഥാന നേതാക്കന്മാരായി മാറിയിരിക്കുന്നത്. താഴെത്തട്ടിൽ MLA-മാരുൾപ്പെടെയുള്ള ആളുകളുടെ, ഇടതുപക്ഷ പാർട്ടികളുടെ ആളുകളും BJP-യിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ തോതിലുള്ള ഒഴുക്ക് ഇവർ ശോഷിച്ചു പോകും തോറും BJP-യാണ് അവിടെ വളർന്നത്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിനും ഒരു പാഠമായി മാറേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വോട്ട് കട്ടർ ആരോപണം എന്ന് പറഞ്ഞാൽ തൃണമൂൽ ഉന്നയിക്കുന്ന ആരോപണം, അത് കോൺഗ്രസിനും CPM-നെതിരെ അവർ ഉന്നയിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ ഒന്നിച്ചു ചേർന്നിട്ട് BJP-യുടെ വോട്ട് സീറ്റ് വർദ്ധിപ്പിക്കാനാണ് കാരണം തൃണമൂൽ കോൺഗ്രസിൻ്റെ വോട്ട് കട്ട് ചെയ്യുന്ന ആളുകളായി ഇവർ മാറുന്നു. അത് മിക്കവാറും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രധാന പാർട്ടികൾ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണത്. കോൺഗ്രസിനെതിരെയൊക്കെ പല സമയത്തും പല സ്റ്റേറ്റുകളിൽ, മറ്റ് ചെറിയ പാർട്ടികൾക്കെതിരെയൊക്കെ പല സ്റ്റേറ്റുകളിലും വന്നിട്ടുണ്ട്, ഇവരെ ഉന്നയിക്കാറുണ്ട്. അപ്പോൾ അതിൽ വലിയ കഥയില്ല. കാരണം ഒരു പാർട്ടി എന്ന നിലയിൽ നിലനിൽക്കാൻ ഉള്ള ഫൈറ്റ് എല്ലാവർക്കും നടത്തേണ്ടി വരും. അതിൽ ചിലപ്പോൾ സഖ്യം വേണ്ടി വരും, ചിലപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. എന്തായാലും ഈ ബംഗാളിൽ ഉള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ, ബംഗാളിൽ ഇടതുപക്ഷമോ കോൺഗ്രസ്സോ കാര്യമായ റോളില്ലാത്ത പാർട്ടികളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് രണ്ടും ദുർബലമായി ശോഷിച്ച് ഒരു തരത്തിലും പൊങ്ങി വരും, ഇനി ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയും കിട്ടാത്ത പാർട്ടികളായി തൽക്കാലത്തേക്കെങ്കിലും മാറിക്കഴിഞ്ഞു. ഇനി നാളെ തൃണമൂൽ കോൺഗ്രസ് തകർന്നതിന് ശേഷം അങ്ങനെ സംഭവിക്കുമോ എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും 2026 മെയ്യിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് പാർട്ടികൾക്കും വലിയ റോളൊന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ കിട്ടുന്ന. പശ്ചിമ ബംഗാളിൽ വലിയ റോളൊന്നുമില്ല എന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് ബംഗാളിലെ ഒരു സ്ഥിതി എന്നാണ് എനിക്ക് തോന്നുന്നത്. തമിഴ്നാട് കൂടെ ഈ ഒരു ഘട്ടത്തിൽ ഒരു തമിഴ്നാട്ടിലെ ഒരു അവസാനത്തെ ഈ അടുത്ത കാലത്തായി തമിഴ്നാട് നടന്ന 1-2 ഡെവലപ്മെൻറ്റുകളോട് സൂചിപ്പിച്ച് നമുക്കിത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ ഒരു AI അവതാർ വീഡിയോ ഒക്കെ തമിഴ്നാട് കോൺഗ്രസ് പുറത്തിറക്കിയിട്ടുണ്ട്. ഈ സഖ്യവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ DMK സഖ്യത്തിൽ നിൽക്കുന്നതിന് പകരം തനിച്ച് നിൽക്കണം എന്നുള്ള രീതിയിൽ കോൺഗ്രസ്സിൽ വലിയൊരു ചിന്ത ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ വലിയ നേതാക്കന്മാരെ, രജനീകാന്തിനെയും ഒക്കെയാണ് തമിഴ്നാട്ടിൽ തലൈവ എന്നൊക്കെ വിളിക്കുന്നത്. അവരുടെ വലിയ റെസ്പെക്റ്റ് കൊടുക്കുന്ന, വലിയ മാസ് ജനക്കൂട്ടത്തെ ഇളക്കാൻ ശേഷിയുള്ള ആളുകളെയൊക്കെയാണ് തമിഴിൽ അങ്ങനെ അവർ പ്രത്യേകിച്ച് തമിഴ്നാട് സ്നേഹത്തോടെ തലൈവ എന്നൊക്കെ വിളിക്കുന്നത്. രാഹുൽ ഗാന്ധിനെ തലൈവ എന്നൊക്കെ വിളിച്ച് വലിയ രീതിയിലുള്ള പാട്ടിറക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് പരിഭാഷയൊക്കെ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. വലിയ രീതിയിൽ ചില വരികൾ അദ്ദേഹത്തിന് ഉള്ള ഇദ്ദേഹം പ്രളയത്തിൽ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും നായകനായിട്ട് അവതരിക്കുന്നതുമൊക്കെയുള്ള വലിയ ഡ്രാമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസ് തമിഴ്നാട്ടിലും അത്തരത്തിലൊരു നീക്കം നടക്കുന്നുണ്ട് എന്നാണ്, അങ്ങനെ ഒരു ആവശ്യമെങ്കിലും. അത് സ്വാഭാവികമാണ്. കാരണം തമിഴ്നാട് പല ഘട്ടങ്ങളിലായി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ പല ഘട്ടങ്ങളിലായി തമിഴ്നാട് ഭരിച്ചിരുന്നു.
ഇപ്പോൾ ദ്രാവിഡ പാർട്ടികൾ ശക്തമായി വന്നതിന് ശേഷമാണ് കോൺഗ്രസിൻ്റെ ഇപ്പോൾ കാമരാജൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു സ്റ്റേറ്റായിരുന്നു തമിഴ്നാട്. പിന്നീട് തമിഴ് മാനില കോൺഗ്രസ് ഉണ്ടാകുന്നു. കോൺഗ്രസ് നേരത്തെ ബംഗാളിൽ വന്ന പോലെ തന്നെ ബംഗാളിലും ദുർബലപ്പെടുന്നു, അല്ല തമിഴ്നാട്ടിലും കോൺഗ്രസ് ദുർബലപ്പെടുന്നു. ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ സ്വതന്ത്രമായി നിൽക്കണമെന്നുള്ള ഒരു ആഗ്രഹം പ്രവർത്തകർക്ക് തോന്നുന്നത് സ്വാഭാവികമാണ്. അത് മിക്കവാറും തെരഞ്ഞെടുപ്പുകൾക്കും ഇപ്പോൾ ഈ ടി വി കെയുമായി ചില പ്രതീക്ഷ ഉണ്ടായിരുന്നു കോൺഗ്രസ്സിന്. ടി വി കെ ശക്തമായി വന്നാൽ ഒരു പക്ഷേ അവരുമായി എന്തെങ്കിലും ഒരു സഖ്യത്തിന് കഴിയുമോ എന്നുള്ളത്. ഈ മറ്റ് ചില പാർട്ടികളുമൊക്കെ ആയിട്ട് ചേർന്നിട്ട് തിരുമാവളവൻ്റെ പാർട്ടിയുമൊക്കെ ആയിട്ട് അത്തരം ചില ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ടി വി കെ ശക്തമായി വരികയാണെങ്കിൽ അവരുമായി ചേർന്ന് പോകാം, മറ്റൊരു ബദൽ എന്നുള്ളത്. പക്ഷേ കരൂർ സംഭവത്തോടു കൂടി ടി വി കെ പ്രതീക്ഷിച്ച നിലയിൽ മുന്നോട്ട് പോകില്ല എന്നുള്ളൊരു തോന്നൽ. പക്ഷേ അവസാന ഘട്ടത്തിലൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ ടി വി കെക്ക് കാര്യമായിട്ട് എങ്കിൽ പോലും അവിടെ തമിഴ്നാട്ടിൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ റോളിലേക്ക് മാത്രമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്താൻ കഴിയുകയുള്ളൂ. ആ സാഹചര്യത്തിൽ ടി വി അപ്പോൾ ആ നിലയ്ക്ക് ഈ കോൺഗ്രസ് ഇനി അതിനപ്പുറത്തേക്ക് DMK സഖ്യം ഉപേക്ഷിക്കാനുള്ള സാധ്യതകളൊന്നും നിലവിലില്ല. ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ പ്രവർത്തകർക്ക് തോന്നുന്ന ഒരു ആവേശമാണ് അങ്ങനെ ഒരു നമ്മുടെ പാർട്ടി തിരിച്ചു വരണ്ടേ, തമിഴ്നാട്ടിൽ തിരിച്ചു വരണ്ടേ, അതിൻ്റെ പ്രതാപം തിരിച്ചു പിടിക്കണ്ടേ എന്നുള്ളൊരു തോന്നലിനപ്പുറത്തേക്ക് അതിൽ വലിയ കഥയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അവർ DMKയുടെ സഖ്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് അവർക്ക് കിട്ടാവുന്ന സീറ്റുകൾ വാങ്ങി അവിടെ നിൽക്കും. തമിഴ്നാട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്, സഖ്യമുണ്ടെങ്കിലും DMKക്ക് അല്ലാതെ വേറെ ആർക്കും അവർക്ക് മന്ത്രിസ്ഥാനമോ പദവികളോ കൊടുക്കില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എല്ലാവർക്കും സീറ്റ് കൊടുക്കും, ഉറച്ച സഖ്യമാണ്. ഇപ്പം ലോക്സഭയിൽ ഉൾപ്പെടെ ഇവരെല്ലാം സഖ്യത്തിൽ 2 പേരെയൊക്കെ ഇടതുപക്ഷ പാർട്ടികളിൽ നിന്നൊക്കെ തന്നെ വിട്ടിട്ടുണ്ട്. CPM-ൻ്റെ 4 MP-മാരിൽ 2 പേർ തമിഴ്നാട്ടിൽ നിന്ന് പോയവരാണ്. കോൺഗ്രസിൻ്റെ ആളുകളും മുസ്ലിം ലീഗിൻ്റെ ആളുകൾക്കും എല്ലാവർക്കും സീറ്റ് കൊടുക്കും അവരുടേതനുസരിച്ചിട്ട്. പക്ഷേ മന്ത്രിസ്ഥാനം DMKക്ക് മാത്രമാണ് ഭരണമായിട്ട്. അതിൽ മറ്റു പാർട്ടികൾക്കൊക്കെ അതിൽ അമർഷമുണ്ട് പലതരത്തിൽ. പക്ഷെ അത് പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. അവർക്ക് സഖ്യത്തിൽ നിന്ന് പോകേണ്ടി വന്നാൽ പുറത്തു പോകേണ്ടി വരും. ഇപ്പോൾ ഉള്ള സീറ്റുകൾ പോലും കിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് അത് വലിയ ഇവരൊന്നും വിട്ടുപോകാൻ DMK വിട്ടുപോകാൻ ഇവരാരും തയ്യാറാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ. പക്ഷേ തമിഴ്നാട്ടിൽ വളരെ അനുസരണവും അച്ചടക്കവും ഉള്ള ഒരു കുട്ടിയായി കോൺഗ്രസ് DMKയുടെ പാളയത്തിൽ തന്നെ കാണും. അത് DMK ഉണ്ടാവും, DMKയുടെ പാളയത്തിൽ കോൺഗ്രസ് ഉണ്ടാവും, CPI ഉണ്ടാകും, CPM ഉണ്ടാകും, മറ്റ് പാർട്ടികളൊക്കെ തന്നെ അവരോടൊപ്പം ഉണ്ടാകും. അപ്പോൾ അതിൽ തമിഴ്നാട് പൊളിറ്റിക്സിൽ കാര്യമായ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മുടെ ചർച്ച ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ട വിഷയമാണ്. നമ്മുടെ സമയപരിമിതിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ഒരു സമയപരിമിതിയുടെ ഒരു പ്രശ്നം നിലനിൽക്കുകയാണ്. വലിയ വിഷയവുമാണ്. വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. കൂടുതൽ പ്രസക്തമായ വിഷയങ്ങളുടെ ചർച്ചയുമായി നമുക്ക് വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.